ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ല, ഇന്ന് പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പലരും കാണും, പക്ഷെ എന്നാലും നമ്മളിത് കളിച്ചാൻ പോകണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരേണ്ട ഒരു സ്കൂൾ ബോയ് റൺ അവേ പറഞ്ഞ ഗെയിമാണ് ഇതാ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ്റെ കഥ ഒന്നും ഞാൻ പറയാൻ നിൽക്കണില്ല. ഓനിപ്പോൾ പറഞ്ഞുതരാം. ഓനെ അടിച്ചില്ല കളിച്ചില്ല ഉഴപ്പി നടക്കും പേച്ചവൻ. അപ്പോൾ ഓനെ നിന്ന് ഓൻ്റെ അമ്മ പുറത്തിറങ്ങാൻ അയക്കണില്ല. ഓനെ ചങ്ങായിമാരെ കുളിച്ചു. അപ്പോൾ ഓനെ അയക്കണില്ല. അപ്പോൾ ഓനോട് പഠിച്ചാനാണ് പറഞ്ഞത്. പുറത്തിറങ്ങി എൻ്റെ കയ്യും കാലൊക്കെ തച്ചടിച്ചു. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളിന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് തപ്പിയാണ്ടൊരു ചാർജറാണ് കിട്ടിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ തപ്പി വെക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ PC ഒന്ന് ഓണാക്കിയിട്ടേക്കാം. PC ഓണാക്കേണ്ട സ്വിച്ച് ഓക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതെത്തന്നെ റൂബിക്സ് ക്യൂബ് ഉണ്ട് കേട്ടോ. ഓക്കെ, റൂബിക്സ് ക്യൂബ് ഉണ്ട്, നമ്മളെ ഫോട്ടോ ഉണ്ട്. എന്താണ് ഞാൻ. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ അവൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എൻ്റർ ദ പാസ്വേഡ് നമുക്ക് ആൻഡ്രിയോ എന്ന് അടിച്ചു വെക്കാം. ആൻഡ്രിയോ അവൻ്റെ പേര് ഹിൻഡ്. ആൻഡ്രിയോ പ്ലസ് ഇയർ ഓഫ് ബർത്ത്. ആൻഡ്രിയോൻ്റെ ബർത്ത്ഡേ ആണോ? നേരത്തെ ഞാൻ 2000 എത്ര ആണ്? 2018 അല്ല സോറി 2010 കേട്ടോ. അപ്പോൾ ആൻഡ്രിയോ 2010 അടിച്ചു നോക്കാം. 2000 അപ്പോൾ അതും പോയി. ബാക്കടിയുടെ എന്ത് സ്ലോ ആടേ ന്യൂബേ. ആൻഡ്രിയോ 2010 എൻ്റർ അടിച്ചിട്ടുണ്ട്. അതല്ലേ പിന്നെന്ത് പറഞ്ഞത് ഓനെ? അത് പറഞ്ഞട്ടെ. ഇയറല്ല ഇപ്പോൾ ബാക്കിലുള്ളത്. അല്ല അതിൻ്റെ അടിയിലെത്താ 2 അപ്പോൾ 8 വർഷം മുമ്പ് എടുത്ത. അപ്പോൾ അത് 2004 ആവാൻ അല്ല 2004 അല്ല 2002 ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമെയിൽ ഉണ്ട്, ഇതിൽ മ്യൂസിക് ഉണ്ട്, ബ്രൗസർ ഉണ്ട്, ബാസ്ക്കറ്റോ അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോഴത്തെ വേണ്ടി വെച്ചാൽ യൂട്യൂബൊക്കെ നേരത്തുണ്ട്. നമ്മളെ മേലെ ഒരു ഗെയിമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റൽ പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു ജയിലിലാണ്, ലോക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ ജയിൽ തുറന്നുകൊണ്ടൊന്ന് പുറത്തിറങ്ങി നോക്കാം. ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഹൊറർ എസ്കേപ്പ്. കീ ബിഹൈൻഡ് ദ ഗ്ലാസ് അല്ല, നമ്മളിപ്പോൾ ഏതാ ഗെയിം? ഇവിടെ ബാക്കടിയുടെ ഗെയിം മാറിപ്പോയി. നമുക്ക് വാപ്പാക്കൊന്ന് ഫേക്ക് മെസ്സേജ് ഒക്കെ ഹായ് ബേബി ഓരോ പൊളി. ഇങ്ങനെയൊക്കെയല്ല നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, പറ്റിച്ച്. അപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സേജ് പോയിട്ടുണ്ട്. അല്ല, നമ്മളെ അമ്മ വാട്ടർ പ്ലാന്റ് പറഞ്ഞാണ് പോയിക്കണേ. അത് ലൈറ്റ് ഇട്ടാണ്ട് വേഗം തപ്പണം. അതൊക്കെ തപ്പിയാണ്ട് കിട്ടിയില്ലെങ്കിൽ മുമ്പേ അറിയാം. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ വരാനയക്കണേ. കുറച്ച് നേരം ആയിട്ടുണ്ടാവുള്ളൂ. അവിടെ ഒന്നും അടക്കട ഇത്. ഓക്കെ, ലൈറ്റ് ഓഫ് ആയിട്ട് വേഗം ലൈറ്റ് ജസ്റ്റ് മിസ് പോലെ. ഓ മൈ ഗാഡ്. ഓക്കെ, അവിടെ വെള്ളം നനക്കാൻ എടേ ചെടി നനക്കുക. അതന്നെ, അവിടെ ചെടി നനക്കുന്നുണ്ട് നമ്മളമ്മ. അപ്പോൾ ഈ ഒന്നുകൂടി മെസ്സേജ് ഇട്ടാണ്ട് നമ്മൾ ബാക്കി ഒന്നുകൂടി തപ്പാം. ഓക്കെ, അപ്പോൾ അത് പോയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ലൈറ്റ് ഇട്ടാണ് വേഗം തപ്പണം. അതൊക്കെ ഒന്ന് വേഗം തപ്പിയാണ് ക്ലിയർ ചെയ്യുക. ഓക്കെ, വരാനായിരിക്കണമെന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ തപ്പിയതാണ്. ഇനി ഇവിടേക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓക്കെ, പൂട്ടിയാണ്ട് വേഗം പോട്ടെ. അത് ഓഫാക്കടേ, ലൈറ്റ് ഓഫാക്കടേ. ഓക്കെ, ഓ ജസ്റ്റ് മിസ് ചെയ്തു. 2 ജസ്റ്റ് മിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു കീ കിട്ടിയിട്ടുണ്ട്, ചാർജറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചാർജർ ഇവിടെ നിന്നല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ അത് തപ്പണ്ട. ഇനി മെസ്സേജ് അയക്കണം വേണ്ട. നമുക്ക് സ്ലീപ്പിംഗ് മോഡിൽ ഇട്ടങ്ങാണ്ട് ഞാൻ ഇപ്പോൾ പിടിച്ചു. അപ്പോൾ സ്ലീപ്പിംഗ് മോഡിൽ ഇട്ടങ്ങാണ്ട് നമുക്ക് നമ്മളെ വാപ്പാൻ്റെ റൂമിലേക്ക് പോയേക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഉണ്ടാവാതെക്കൂലല്ലോ, ഉണ്ടായിരിക്കണമല്ലോ. ഓക്കെ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓണാക്കാൻ പറ്റുമോ? ഇല്ല, ലൈറ്റ് ഓണാക്കാൻ പറ്റില്ല. അപ്പോൾ വേണ്ട, ലൈറ്റല്ല ടോർച്ച്. എന്തുവാടേ. ഓക്കെ, നമുക്ക് ഒരു ഹാമർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെന്താ ഉള്ളത് നോക്കാം. ഓക്കെ, ഇതിലൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ? ഇല്ല പൊത്തില്ല.
പേടിച്ചു. അപ്പോൾ ഇനി ഇത് തീനണേ, ഇത് ഇതാക്കുമ്പോൾ വേണ്ട, ഇത് ലൈറ്റ് ഓഫ് ആക്കിയാണ്ടാക്കാം, അല്ലെങ്കിൽ പേടും. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് ഇത് കിട്ടില്ലേനാ അടുത്ത ഫ്ലവർ, അതിന് മൂത്രയിച്ചാൽ മുട്ടി. അപ്പോൾ എനിക്ക് ഇപ്പം എടുക്കേണ്ടതാണ് നല്ലത്. അല്ല അങ്ങോട്ട് പോയിക്കോട്ടെ, ബാത്റൂമൊക്കെ മൂത്രയിച്ചാൽ മുട്ടിയതാണ്. അപ്പോൾ മൂത്രയിച്ചാൽ പോയിക്കോട്ടെ. അപ്പോൾ എന്നിട്ട് പോയി ഓക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വാതിൽ നൈസായി കണ്ട് അടിച്ചാണ്ട് നമുക്ക് ഈ ഡോർ തുറന്നേക്കാം. കാരണം അഥവാ ഇനിയിപ്പോൾ പേടില്ലോ വരുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ഇല്ല പോന്നിട്ടില്ല. ഓക്കെ മൂന്ന് എടുക്കടാ. ഓക്കെ കീ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലവർ വെച്ചങ്ങാണ്ട് ഒക്കെ എക്സിറ്റ് അല്ലല്ല ലൈറ്റ് കെടുത്തിയിട്ട് അലമാറിൻ്റെ ഉള്ളിൽ. ഓക്കെ ജസ്റ്റ് മിസ്സാന്ന് പറയാൻ പറ്റില്ല, കാരണം മൂത്രയച്ചിൻ്റെ അടിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ പതിയെ വന്നോളൂ. അപ്പോൾ നമുക്ക് ഓക്കെ ഇനി കുറച്ച് നേരം നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം നേരം ഇവിടെ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി നോക്കാം. ഒച്ച കേട്ടിട്ടില്ല എന്ന് തോന്നണം. ഒച്ച കേട്ട് എടാ ഇല്ല അത് ഫുട്ബോളിനെ പറ്റി എത്താന്ന് പറഞ്ഞു. ഓക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇനി കീ എടുത്താണ്ട് ഇവിടുന്ന് എല്ലാം മുങ്ങാം ഇവിടുന്ന്. ഓക്കെ നമ്മളിനി റൂമൊക്കെ നാണ്ട് പതിയെ ആലോചിക്കാം. അപ്പോൾ ഹാമറുണ്ട്. ഹാമർ എത്താണ്ടോ? ഹാമർ വെച്ചെത്താ കാട്ടണ്ടേ? അപ്പോൾ ഹാമർ വെച്ചാണ്ട് ബാക്കിലൊരു കോണിയുണ്ട്. നമ്മളിത് ഫസ്റ്റ് ടൈമാണേ. അപ്പോൾ ഹാമർ വെച്ചങ്ങാണ്ട് നമുക്ക് ചുറ്റി കടിച്ച് കൊല്ലാല. അല്ല അങ്ങനൊന്നും ഇല്ല കേട്ടോ. ബാക്കിലൊരു കോണുണ്ട്. ആ കോണിമെന്തെങ്കിലും പരിപാടിയാണോ എന്നറിയില്ല. ഓക്കെ നമുക്ക് ഇത് തുറന്നു. ഷെൽഫ് തുറന്നപ്പോൾ ഒരു കീ കിട്ടിയിട്ടുണ്ട്. കാർ കീയാണത്. നമ്മൾ കാറൊക്കെ ഓട്ടാനൊക്കെ ആയാ? ഇല്ല ആ ഡിക്ക് തുറക്കാനേ കാലം. ഡിക്കിന് ഇനിയിപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവേ കാലം. അപ്പോൾ ഡിക്ക് തുറക്കാനൊരു കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അതോ ഞാൻ എത്ര സൗണ്ട് കേട്ടോ. ഞാൻ വിളിച്ചിക്കട്ടെ. ഓ മൈ ഗാഡ്, ഞാൻ എത്ര സൗണ്ട് കേട്ടു. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. അല്ല ഒന്നുമില്ലട്ടാ, ഞാൻ വേസ്റ്റ് പേടിച്ചു. നമ്മൾ പേടി അത്യാവശ്യം ആപത്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ കളിച്ചാൽ. അപ്പോൾ വാട്ടർ പ്ലാന്റ് നനച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് ബെല്ലടിച്ചാണ്ട് മസ്റ്റ് മിസ് ഇവിടെ ഒളിച്ചിക്കട്ടെ. ഇവിടെ ഒളിച്ചൊന്നും കാണൂല. ഇങ്ങനെ ട്രൈ ചെയ്തതാണ്. വെയിലും മിനിറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ജസ്റ്റ് നമുക്കിങ്ങനെ പോയി നോക്കാം. നമുക്കിനി ഇവിടെ ഒരു വാട്ടർ ക്രിയേറ്റ് സ്മോക്ക് സ്ക്രീം ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് പുറത്തേക്കുള്ള ജനാല തുറന്നിടും. അല്ലെങ്കിൽ നമ്മൾ ജനാല തുറക്കുമ്പോൾ ആ ഒച്ചേട്ടം കണ്ട് ലാഡിയാണ് കിട്ടും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എത്ര കാട്ടേണ്ടി. ഓക്കെ നമ്മൾ ഇത് ഓഫാക്കിയിട്ടാണ്ട് പോകാൻ നേരെ ആയിട്ടുണ്ട്. കാരണം വരാനയക്കണേ. അതുകൊണ്ട് നമുക്കിവിടെ പഠിക്കാം. പഠിച്ചല്ലേ പറ്റൂ, വേറെ പണിയില്ലല്ലോ. നമുക്കൊന്നുകൂടി മെസ്സേജ് അയച്ചിട്ടാ. ഓക്കെ മെസ്സേജ് ഇട്ടിട്ടില്ല. ഓക്കെ മെസ്സേജ് ഇട്ടേക്കണേ. ഹൗ മച്ച് ലോങ്ങർ. ഓക്കെ ആ റൂമ് നടക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. എല്ലാം അതെ നടക്കണം. നമ്മളൊക്കെ നടത്തിച്ചുകൊണ്ടല്ലോ. എത്തിയിട്ട് തെറ്റ് ചെയ്താൽ 3 റൗണ്ട് വരൻ്റെ 3 റൗണ്ട് ഓടണം. അതൊക്കെയാണ് അവൻ്റെ പണിയാ. അപ്പോൾ ഇനി ഈ 3 കൂടി തപ്പിയാൽ ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ഓക്കെ ഓവനിലെത്താം. ഓവനിലെത്തിണ്ട് കേട്ടോ. എടാ അറിയാതെ ഓവൻ ഓണാടാ. പെട്ടടാ മോനെ, പെട്ട് റൂം കയറി ഒളിച്ചിരിക്ക്. അല്ല പത്ത പറയാ. ഓക്കെ അവിടുന്ന് പോയിട്ടുണ്ട്. അല്ല പെട്ട് നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ ആസിസ്റ്റം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് സ്മോക്ക് സ്ക്രീൻ സെറ്റായിട്ടാണ്. അപ്പോൾ ജനാല ഇനി തുറന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ ജനാല വഴി ചാടി പുറത്തിറങ്ങാം. പക്ഷേ ഇങ്ങനെ വന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങൽ നമ്മൾ ഈ ഗേറ്റ് ചാടണം. ഗേറ്റ് ചാടി നമ്മളൊരു ഓട്ടമുണ്ട് മോനെ, തിരിഞ്ഞു നോക്കില്ല നമ്മൾ. ഓട്ടം ഓടിയാൽ പിന്നെ അവിടെ പുല്ല് മുളക്കുന്ന പണ്ടുള്ളവർ പറയലുണ്ട്. പക്ഷേ ഇവിടെ പുല്ല് മുളക്കലുണ്ട്. കണ്ട ഫുള്ള് പുല്ലാണ്. കഴിഞ്ഞ സീസൺ എന്താ ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ കാറിൻ്റെ കീ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ ഇവിടെ നമ്മളെ ഇത് ഫുട്ബോൾ കാണുന്നുണ്ട്. ഏതാ അർജൻറ്റീനൻ്റെ മാച്ചാന്ന് തോന്നുന്നു ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്താം. അയ്യേ തടിക്കഷ്ണ ഓഫാക്കടേ.
ആ മണ്ടട ഒച്ചയായിട്ട് തോന്നണോ? കള്ളക്കളവൻ പന്നി എന്തൊക്കെ കേൾവി ശക്തിയാടാ. ഫുട്ബോൾ കാണുന്ന ഇടയിൽ ഡോറിൻ്റെ സൗണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി മെല്ലെ ശബ്ദിക്കല്ലേ എന്ന് പറയുന്ന പോലെ മെല്ലെ നമുക്ക് റൂമിക്ക് ആരും അറിയാത്ത പോലെ നമുക്ക് കയറിയിരിക്കാം. അവിടെ ഉണ്ടോ? ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് ജനാലിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങാൻ മടിയല്ലേ, ഹൗ മച്ച് ലോങ്ങർ പറയും ചെയ്യുന്നിട്ട്. എന്ത് കഷ്ടമാണ് നോക്കണേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ പോയോക്കാം കീടാൻ. നമ്മൾ ഈ റൂമിക്ക് കീടിട്ടാണ്ട് പോയേക്കണ്ടേ. ഓക്കെ, ഹൗ മച്ച് ലോങ്. ഇനി ബാത്റൂം മൂത്രയിച്ചാൽ മുട്ടീനെ. എടാ നമ്മളിവിടുത്തെ ലൈറ്റ് അടിച്ചിട്ടില്ലേനാ. പഠിച്ചോനെ, ലൈറ്റ് അടിച്ചിട്ടില്ലേട്ടാ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു ബൾബാണ്. ആ ബൾബ് എടുത്ത കാണ്ടാണ് നമ്മൾ ആ റൂമിൽ ഇടേണ്ടി. അല്ല ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചേക്കാം. ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ? ഓക്കെ, ഇല്ല അത്തില്ല. ഇത് അടച്ചിട്ട് പോവാം. എടാ എനിക്ക് മൂത്രയിച്ച മുട്ടിയടാ. ലൈറ്റ് അടിക്കുക. ഓക്കെ ബാത്റൂമിൽ കയറടാ പൊട്ട. എടാ ഓക്കെ ഗായ്സ്. ജസ്റ്റ് അടിക്കറങ്ങ. ഓക്കെ നമ്മൾ സേഫാണെന്ന് വിശ്വസിക്കുന്നു. സേഫ് അല്ലെങ്കിലും സേഫാണ്. ഓക്കെ ലൈറ്റ് ഇട്ടുണ്ട്. എടാ മൂത്രയിച്ചേ കള്ളക്കിളവൻ പന്നി. അതെന്ത് പരിപാടിയാടാ? എന്ത് പരിപാടിയാണേ? നമ്മളത് ഒളിച്ചിരുന്നതല്ല, പിന്നെ എങ്ങനെ പിടിക്കാനാണേ? കിളവന് പ്രൈവസിയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ കുറ്റി ഇട്ടുകൊണ്ട് വരണം. അല്ലാതെ നമ്മൾ ഒളിച്ചിരിക്കുന്ന നിലത്ത് നിന്നാണ് മൂത്രയിച്ചല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് അതിനായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. എത്ര തീരുമാനമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളെ പണിഷ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ വീണ്ടും ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാലോ നമ്മൾ പഠിക്കൂലെന്നേ. നമ്മൾ വേറൊരു കച്ചറ എന്ന് പറയുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ഇനി ആ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. അതിനൊന്നുകൂടി ബെല്ലടിച്ചങ്ങാണ്ട്. ഓക്കെ, ബെല്ലടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് അല്ല, കമ്മിങ് എന്നാണ്. മറ്റെങ്കിൽ ഹൗ മച്ച് ലോങ്ങറും ഉണ്ട്. അതിനെപ്പോഴും അതിനുള്ളൊരു കുട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് ഹൈഡിങ് സ്ഥലം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ ഫ്രിഡ്ജ് തുറന്നാൽ തേൻ കിട്ടാൻ നോക്കാം. ഫ്രിഡ്ജ് നമ്മൾ തുറന്നിട്ടില്ല. ഓക്കെ, ചിക്കൻ കേട്ടോ. എടാ ഈ ചിക്കനൊക്കെ ചിലപ്പോൾ ഈ ഓവനിൽ ചൂടാക്കണ്ടേ? നമുക്ക് ചൂടാക്കാൻ വെച്ചോക്കാം. അതന്നെ 10 സെക്കൻഡ്. നോക്കട്ടെ എത്ര അത് വരുമ്പോഴത്തേനത് കഴിഞ്ഞിട്ടിയാൽ മതിനു. ഫോളിച്ച് എന്നൊക്കെ പറയണ്ടേ. എന്നാൽ പിന്നെ തുറക്കാൻ പോണോ? ഇല്ലാന്നേ. എത്ര 1 0. സൗണ്ടൊക്കെ ഉണ്ടാണോ? വേഗം ഓടെ. എടാ ചിക്കൻ എടുത്ത് മണ്ടടാ. എടാ ഓക്കെ നമുക്കൊന്നും അറിയില്ല. നമ്മൾ പഠിക്കാനാണ്. അതെ, നമ്മൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ കിളവന് മെസ്സേജും ചെയ്യും. അതിന് നമ്മളെ പരിപാടി. ഓക്കെ വെട്ട് ഇല്ല നമ്മൾ പഠിച്ചാണ് കണ്ടാ. ഓസ്കാർ വാങ്ങിയ മുയലിനെ അവലും വെള്ളത്തിലിട്ട് മുക്കിക്കൊന്നു. ഫ്രിഡ്ജ് തുറന്നു എന്നാ പടച്ചോനെ. നമ്മളങ്ങനെ ചെയ്യുമോ? ഇറങ്ങി ഓടണേ തള്ളക്ക് വരാന്താണ് പോയ്യ പിടിച്ചു. എടാ ഇത് എന്തുവാ അറിയാം? എന്ത് കഷ്ടം നോക്കണേ. അറിയാം പീസ് ഞാൻ ഓണാക്കിയിട്ട് പടച്ചോനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഇനിയിവിടെ തൂക്കണല്ലേ. അവൻ ഈ തൂത്തിട്ട് ഞാൻ കാണാം. അപ്പോൾ 2 പണിയായിപ്പോ. അവനിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമ്മൾ പഠന പ്രവർത്തനത്തിലോട്ട് പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എത്ര ചെയ്യേണ്ടത് വെച്ചാൽ ഈ മീറ്റ് എടുത്താണ്ട് ഇറച്ചി എടുത്താണ്ട് നമുക്ക് നായ്ക്ക് കൊടുക്കാൻ പോവാം. നമുക്ക് ഇവിടെ നമ്മൾ തപ്പിയിട്ടുണ്ടില്ല തോന്നണോ ഈ ഷെൽഫൊന്നും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ തപ്പാൻ പറ്റില്ല കേട്ടോ. കാരണം ആദ്യം നമുക്ക് ബെല്ലടിച്ചാണ്ട് തപ്പാൻ പോവാം. ബെല്ലടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ നിന്നിട്ടുമുണ്ട്. ഇപ്പം കമ്മിങ് ആണ്. ചൂടാവാൻ തുടങ്ങി അല്ലല്ലോ. 2-3 കഴിയുമ്പോൾ ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. 3-4 കഴിയുമ്പോൾ ചൂടായിക്കോളും. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ചൂടായിക്കോളും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഫുള്ള് തപ്പിയിട്ട് നമുക്ക് റൂമിൽ കയറാം. അല്ലെങ്കിൽ നമുക്ക് ഈ ജനാല ചാടാം. ഏതെങ്കിലും ഒന്ന് എത്തത് കിട്ടിയിട്ടുണ്ട്. മറ്റേ വേസിലേക്കൂല കയ്യേക്കാനെ. കണ്ടാ നമുക്ക് ഇനി ഇവിടെ നിൽക്കാം. അവിടെ നിന്നാൽ കാണുന്ന തോന്നുന്നുണ്ട്. ഇവിടെ നിന്നാൽ കണ്ട ഓൽക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നമ്മൾ ചെറുതായിട്ട് യൂട്യൂബ് കണ്ടതാ. എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ സാധനം എടുത്താൽ എടുക്കറിയാം അവിടെ അടിച്ചേണ്ടതെന്ന്. ജസ്റ്റ് ഓൾറെഡി എപ്പൊക്കെ പറയണതോനെ. നമുക്കിപ്പോൾ ഈ സാധനം ഉപയോഗിക്കണം. അല്ലെങ്കിൽ പുറത്തിറങ്ങുക.
പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇതൊക്കെ മെല്ലെ യൂസ് ചെയ്യാം. ഇല്ല ഒരു പ്രശ്നമില്ല. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചാടിയിട്ട് നമുക്ക് ആദ്യം സ്റ്റെപ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഈ സ്റ്റെപ്പ് ഇവിടെ വെക്കാം. അതൊക്കെ ഇവിടെ പറ്റുന്നില്ലല്ലോ. ഇതിൻ്റെ മേലെ വെക്കാനോ പണ്ടാറം. ഓക്കെ, നമ്മൾ നായുണ്ട് ഇവിടെ. നായ്ക്ക് ഇറച്ചിട്ട് കൊടുത്താൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തക്കാണ്ട് നമുക്ക് ഇനി മറ്റേ റൂമുണ്ട് അവിടെ പോയിക്കാണ്ട്, റൂമല്ല ബാത്റൂം പോയിക്കാണ്ട് നമുക്ക് ആ ബൾബ് എടുക്കാം. സ്ക്രൂ അയച്ചക്കാണ്ട് ബൾബ് എടുത്താൽ നമുക്ക് ആ റൂമിലേക്കുള്ള വെട്ടത്തിന് നമ്മൾ ബൾബാണല്ലോ യൂസ് ചെയ്യില്ല, എല്ലാവർക്കും പറയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ എടുത്താണ്ട് 4 ഭാഗത്തൊരു നെക്കിയാൽ ഇതാണ്ട് ഓപ്പണായി കിട്ടും. ഈ ഓപ്പണായി ഈ സാധനം എടുത്താണ്ട്, ഓപ്പണായ സാധനമല്ല, ബൾബ് എടുത്തക്കാണ്ട് നമുക്ക് അല്ലല്ല ഈ സാധനം ഇത് മൂടി വെച്ചാട്ടോ. അല്ലെങ്കിൽ കള്ളക്കളവ മൂത്രമൊഴിച്ചാൽ വരുമ്പോൾ അത് ഓപ്പണായി പറഞ്ഞാണ്ട് നമ്മൾ റൂം വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആൻഡ്രോയിഡ് ഇല്ല, പറഞ്ഞ ഒച്ച ഉണ്ടാക്കുകയും ചെയ്യും. എന്ത് ചെയ്യാനാ, നമ്മൾ പെട്ടുപോയി എന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അടച്ചിട്ട് എല്ലാം നമുക്ക് ഇനി ഇവിടെ തപ്പാം. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ തന്നെ തപ്പാണ്ടാവോ? ഇല്ല നമുക്ക് അതിൻ്റെ അടിയിലെത്തില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഇല്ല ഇത് ഓപ്പൺ ഈ ചാവി കേട്ടോ ഈ ഇതിനെ. അപ്പോൾ ഈ ചാവി നമ്മൾ ഈ സാധനം ഓപ്പൺ ആക്കാനാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ബാറ്ററി ഇട്ടിട്ടുണ്ട്. മറ്റേ ബാറ്ററി ആ ടോർച്ച് നമ്മൾ ആ റൂമിൽ കണ്ടിനോ, ആപ്പാൻ്റെ റൂമിലുണ്ടീനോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററി ഇവിടെ നിന്ന് ഇട്ടേക്കാം. ഈ റേഡിയോ എന്താ വെച്ചാൽ നമ്മളമ്മനെ ഇതിവിടെ ഈ റൂമിലിട്ട് കൂട്ടാനാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം വേറെ എപ്പിസോഡിലായിട്ട്. ഇതിൽ എനിക്ക് നേരമില്ല. അപ്പോൾ അപ്പം അത് മൂത്രമൊഴിച്ചാൽ പോയിട്ടുണ്ടേനു. അപ്പോൾ അതവിടെ മൂത്രമൊഴിച്ചട്ടെ. അതിന് എപ്പോഴും മൂത്രമൊഴിച്ചാൽ അത് ഒരു ഗ്ലാസ് ചായ കുടിച്ചണുള്ളൂ. പിന്നെ ഇത്ര ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, നമുക്കത് നോക്കണ്ട. കഴിഞ്ഞിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വന്ന് ജസ്റ്റ് തുറന്ന് നോക്കണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ വാപ്പ മൂത്രമൊഴിച്ച് കഴിഞ്ഞും ചെയ്തു. ഉമ്മ വെള്ളം നനക്കാനും പോയി. അല്ല വെള്ളം നനക്കല്ല, ചെടി നനക്കാനും പോയി. അപ്പോൾ നമുക്ക് ഈ തക്ക നോക്കിയിട്ട് ഫാനിൻ്റെ അവിടുത്തെ കോഡ് നോക്കിയേക്കാം. 136 കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോഡാണ് നമുക്ക് ആ റൂമിൽ ലാപ്ടോപ്പിൽ അടിച്ചേണ്ടത്. ഈ ഞാൻ കയറിയിരിക്കുക, അല്ലെങ്കിൽ ഉമ്മ വരുമെന്ന് തോന്നണം. അതുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. ലൈറ്റ് ഇട്ടാണ്ട് കയറാം. ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരാനൊന്നും പോകണില്ല. നമുക്ക് ഇവിടുത്തെ പല കിടക്കാം. ഏതായാലും നമ്മൾ 2 വെച്ചിട്ടുണ്ട്. 2 വെച്ചേക്കണം. 1 വെച്ചിട്ടുള്ളൂ നമ്മൾ. 1 വെച്ചിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ളത് വെക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, മറ്റേ ഒരു അതിൻ്റെ പേരെത്താണ് അവിടെ ക്ലോസായിട്ട് അറിയാൻ നിൽക്കടാ. കയറിയിരിക്കുക. ഇല്ല പ്രശ്നമൊന്നുമില്ല തോന്നണം. അല്ലെങ്കിൽ ഒച്ചാട്ടാണ്ട് വരും. എത്താണ് പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എന്തോ ഓടിയെടുക്കാം. അതിന് സ്ക്രൂ ഡ്രൈവർ തന്നെ വേണം ഈ പലക എടുക്കണമെങ്കിൽ. ഞാൻ ഇവിടുത്തെ ഒപ്പീൻ്റെ വേറൊന്നുമല്ല, നമ്മളൊരു തുണി ഉണ്ടാവും. ആ തുണി വാഷിംഗ് മെഷീൻ ഇട്ടാണ്ട് ഒന്ന് അലക്കെടുക്കുമ്പോൾ ഫ്രഷായി വരും. അപ്പോൾ അത് ഫ്രഷായി വന്ന സാധനം നമ്മൾ തുടക്കുമ്പോൾ ശരിയാവും. ലൈറ്റ് ഓഫ് ആക്കിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം ഇവിടെ ആദ്യം തന്നെ അടിച്ചിടാട്ടാ. ഇവിടെ അടിച്ചിട്ടാൽ പിന്നെ നിങ്ങൾ തുണി എടുത്താണ്ട് അതൊന്ന് തുടച്ച്. അപ്പോൾ നമുക്ക് അവിടെ ഗേറ്റിൻ്റെ കോഡ് അടിക്കാനുള്ള സാധനം വരും. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമല്ലോ. അതെന്ത്? ഓക്കെ, ഇവിടെ അടുത്ത അടിയിലതാ. ഓക്കെ, നെയിൽസ് ഇട്ടിട്ടാ. ഇട്ടിട്ടുണ്ട്. ഈ ആണിയും ചുറ്റികല്ല ചുറ്റിക ആമറങ്ങും തന്നെയല്ല, ഏതാ പൊട്ട അവർക്ക് ആരോ വരുമെന്ന് തോന്നണോ. അതുകൊണ്ട് നമ്മളിവിടെ കയറിയെന്ന കണ്ടേ. അപ്പോൾ ഈ പലക അവിടെ വെച്ചകാണ്ട് ആണിയെടുത്ത് അടച്ചകാണ്ട് നമുക്ക് കോണി കയറാൻ പറ്റും. അതിനാണ് ഈ ആണിയും ചുറ്റികൊക്കെ തോന്നണോ. നമുക്ക് എല്ലാം പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ബാക്കിയുള്ള ഇവിടെ ഒരു തടിക്കഷ്ണം ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് തോന്നണം. ഇല്ല എടുത്തിട്ടില്ല. അതിന് അത് ഈ തടിക്കഷ്ണം അല്ല, ഈ ആണി നമുക്ക് ഇവിടെ വെച്ചാണ്ട് ഇവിടെ അല്ല, മേലെ ഇട്ടാ. ആദ്യം നമുക്ക് ഇത് എടുക്കാം, പൈപ്പ് എടുത്തക്കാണ്ട് ആ ഡ്രമ്മ് നിറക്കാട്ടാ. അതിനാണ് ഞാൻ വരാൻ ഉദ്ദേശിച്ചത്. പൈപ്പ് എടുത്തക്കാണ്ട് ഈ റമ്മ് നിറക്കാണ് ആദ്യം തന്നെ ഓണാക്കിയേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. കാരണം ഇപ്പം നേരമാണ് നമ്മളമ്മ വെള്ളം നനച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടുത്തെ ഇതിലെന്താ സാധനം നോക്കണമല്ലോ. ഓക്കെ, ഒരു സ്പ്രേ ആണ് തോന്നുന്നു. ഇതെന്ത് സ്പ്രേ ആണ് നമുക്കറിയില്ല.
നമുക്ക് നോക്കാം. നമ്മളിത് ഫസ്റ്റ് ടൈമല്ലേ കളിച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ താടിക്കാശിന് എടുത്തിട്ടില്ല. അതൊന്നും എടുത്താണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് അപ്ലൈ ചെയ്താൽ കണ്ട് നമ്മൾ വാല്യൂ കൊണ്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ആമർ എടുത്ത് അടിച്ചാണ്. ആമർ എടുത്ത് അടിച്ചുമ്പോൾ അപ്ലൈ ആവുന്നതാണ് തോന്നണം. എടുക്കുക അത് കിട്ടിയില്ല. പൈപ്പാണല്ലോ അയക്കാൻ വന്നത്. ഇതിൻ്റെ മേലെ ഒരു പരിപാടി ഉണ്ടല്ലോ കയറി കണ്ട്. അത് ഇപ്പോൾ ആവണില്ല. എടാ മേലെ തിരുന്നിട്ട് കിട്ടി. ഇനി നമുക്ക് ഹോസ് പൈപ്പ് എടുത്തക്കാണ്ട് ഇവിടെ കൈക്കവരുടെ ഹോസ് പൈപ്പ് എടുത്തക്കാണ്ട് ഇവിടെ വന്ന് കൂട്ടിക്കാണ്ട് ഇനി അവിടെ ഒന്ന് മെല്ലെ കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ ചെടി നിൽക്കാൻ വരുമ്പോൾ ആൻഡ്രൂ ഇവിടുത്തെ ഹോസ് പൈപ്പ് ഇവിടെ പറഞ്ഞ് ചൂടാവാൻ. അപ്പോൾ അതിന്മേലെ നമ്മൾ നിൽക്കണില്ല. ഇനിയാണ് പണി. ഈ ആമർ എടുത്തക്കാണ്ട് അടിച്ചുമ്പോൾ സൗണ്ട് ഉണ്ടോ അത് നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ അടിച്ചിട്ടുണ്ട് പെട്ട് അത് നമുക്ക് ഇവിടെ ഒന്ന് നിൽക്കട്ടെ. കാരണം ആയിക്കൂടെ വന്നാൽ നമുക്ക് ഇതിൽ കൂടെ വേണ്ട, ഇതിൽ കൂടെ വന്നാൽ നമുക്ക് ആയിക്കൂടി വേണ്ട. ഇതിൽ കൂടെ വരുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നുണ്ട് താരി കൂടെയാണ് വരുന്നോന്നോ. അതന്നെ താരി കൂടെ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ക്വാർട്ടർ റൂമൊക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും കേട്ടിട്ടില്ലേ. എൻ്റെ കയ്യിൽ കുറ്റമില്ല. നമ്മൾ ഒളിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോപ്പ് എന്നൊക്കെ പറയണ്ടേ, എന്താ നമുക്ക് അറിയില്ല. നമ്മളവിടെ ഒത്തും കാട്ടിയില്ലല്ലോ. നമ്മളിവിടെ പഠിച്ചതിനു വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചകാണ്ട് വണ്ടി ആണികളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡാണ് ഇവിടെ. അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ ഇതും കൂടി വെക്കാണ്ട് അതിപ്പോൾ ഇവിടെ വെക്കുക. ഓക്കെ മേൽക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇവിടെ വെക്കാണ്ട് 1 2 3 4 അതാണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ആണി അടിച്ചാണ്ട് ആമർ എടുത്താണ്ട് അടിച്ചൊക്കെ ഇനി എത്തിയില്ല സൗണ്ട് ഇട്ടാൽ നമ്മൾ മണ്ടുട്ടാ. ഫുൾ ഐഡിയ അത് ഇത് പറയണ്ട, അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ നമ്മൾ ഡോറ് തുറന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയാ എടാ, നമ്മൾ എസ്കേപ്പ് ചെയ്താ. ഓക്കെ ആടാ എന്ത് പരിപാടി നോക്കിച്ചേ. ഇനി ഇവിടെ ഇത് അയച്ചണ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ അവിടെ ഇട്ടുണ്ടോ? അവിടെ എത്തോണ്ടല്ലോ. ഇത് മറ്റേ ക്രോസ് ബോ അങ്ങനത്തെ അല്ലേ ഇതിൻ്റെ പേര്. ഇത് കിട്ടണില്ലല്ലോ കൈക്കൽ. ഓക്കെ തേനി അവിടെ നമ്മൾ ഈ സ്പ്രേ ഇവിടെ അടിച്ചപ്പോൾ നമുക്ക് ആ സാധനം എടുക്കാൻ പറ്റിയടാ. നമ്മൾ ആ സ്പ്രേ അടിച്ചപ്പോൾ ആ സാധനം എടുക്കാൻ പറ്റി. അതുകൊണ്ട് ഈ സാധനം വെച്ചാണ്ടാണ് നമ്മൾ ആണയൊക്കെ എടുക്കേണ്ടതെന്നാണ്. അത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെയാണ് കണ്ടകണ്ട്. ഈ സാധനം വെച്ചാണ്ട് ആണ എടുക്കേണ്ടത് കണ്ടങ്ങനെ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആളാ ഓപ്പണായി വണ്ടേ എടാ ബാക്കിലെത്തി എത്ര പെട്ടെന്ന് ചാടണം വണ്ടോ. എടാ നമ്മൾ സ്കിപ്പ് ചെയ്ത് തോന്നണു. മോനെ ജമ്പ് ചെയ്യേ പടച്ചോനെ എത്ര ആരോഗ്യമൊക്കെ ഉണ്ടതിന്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം എത്ര കമൻറ്റ് ചെയ്തേക്കണമെന്ന് കമൻറ്റ് ഇടുക. അത് എത്ര മിനിറ്റ് കൊണ്ടാണെന്നും കമൻറ്റ് ഇടുക. വേറെ ഏതും കമൻറ്റ് ഇടാമല്ലോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു.